ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല രുചികരമായിട്ടുള്ള ഒരു മഷ്റൂം ബിരിയാണിയാണ്. തിരക്കുള്ള ദിവസങ്ങളിലും സൺഡേയിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലേ? ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഒരു പാക്കറ്റ് മഷ്റൂം ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ഒരു പാക്കറ്റ് മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. കുറച്ച് സവാള ഫ്രൈ ചെയ്യാനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒണിയൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വേവിക്കാൻ ആവശ്യമായ വെള്ളത്തിൽ 2 ഇഞ്ച് നീളത്തിലുള്ള പട്ട, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 തക്കോലം, 2 ടീസ്പൂൺ ഉപ്പ്. ഇതിൽ 1.5 കപ്പ് ബാസ്മതി റൈസ് 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരുന്നതാണ്. അരി കുതിർത്തതിന് ശേഷം ചോറുണ്ടാക്കി നോക്കിക്കേ, നല്ല സോഫ്റ്റാണ് തണുത്തതിന് ശേഷവും. പാത്രം അടച്ചു വയ്ക്കേണ്ട, 6-7 മിനിറ്റ് കൊണ്ട് ചോറ് ആവശ്യത്തിന് വെന്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 70% അരി വെന്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാനായിട്ട് 4-5 കഷ്ണം വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കുറച്ച് മല്ലിയിലയുടെ തണ്ടും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ അരിയൊന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം, പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഈ മസാലയിൽ 1-2 കാര്യം കൂടി ചേർക്കണം. കുറച്ച് ഫ്രൈഡ് ഒണിയനും 1-2 പച്ചമുളകും, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. മഷ്റൂം മാരിനേറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് 1 കപ്പ് തൈര് ചേർക്കാം. 200 ഗ്രാം മഷ്റൂമാണ്, 1.5 കപ്പ് റൈസുമാണ്. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ചതച്ച് വെച്ച മസാലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തരം ഒരു മസാലയിൽ തന്നെ കോളിഫ്ലവറും നമ്മുടെ സോയാബീനും മുട്ടയും പനീറും ഒക്കെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇനി മഷ്റൂം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൈകൊണ്ടിങ്ങനെ ഒടിക്കുമ്പോൾ ചോറ് മുറിഞ്ഞു വരും. ഇതൊന്ന് വാർത്തെടുക്കാം. ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ലോങ് റൈസ് കാണാൻ നല്ല ഭംഗിയാണ്. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിൽ 1 ടീസ്പൂൺ ജീരകമിടാം. ജീരകം പൊട്ടിയതിന് ശേഷം മസാല ചേർത്ത് വെച്ച മഷ്റൂം ചേർക്കാം. മഷ്റൂം ഹൈ ഫ്ലെയിമിൽ 6-7 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റട്ടെ. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് ഇത് ഫ്രൈ ആകുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മഷ്റൂം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് വയ്ക്കാം. ഇത് ഞാൻ മൺചട്ടിയിലാണ് ദം ചെയ്യാൻ പോകുന്നത്. ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. മൺചട്ടി തന്നെ വേണമെന്നില്ല, കട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇതിൽ 1 ലെയറായിട്ട് ചോറ് ചേർക്കാം. അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയനും കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർക്കാം. ഒരല്പം ഗരം മസാല വേണമെങ്കിൽ തൂക്കി കൊടുക്കാം. ഞാനിവിടെ സാഫ്രൺ മിൽക്കാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒഴിക്കുന്നത്. ഇതിലിനി 1 ലെയർ മഷ്റൂം ഇടാം. സാഫ്രൺ മിൽക്കിന് പകരമായിട്ട് ഒരല്പം പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് അത് ഒഴിച്ചാലും നല്ലതാണ്. അല്പം വാനില എസൻസ് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒഴിക്കാം. ഇങ്ങനെ 2-3 ലെയറായിട്ട് മഷ്റൂമും ചോറും ഇട്ടു. സാഫ്രൺ മിൽക്കിന് നാച്ചുറലായിട്ടുള്ള കളർ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അടുത്ത ലെയർ മഷ്റൂമും കൂടെ ഇട്ടു. ഇനി ലാസ്റ്റ് ലെയർ ചോറ് നിരത്താം. അരി നന്നായിട്ട് കുതിർന്നത് കൊണ്ട് ഇത് തണുത്തതിന് ശേഷവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വച്ചിരുന്ന് പിറ്റേ ദിവസം എടുത്താലും ഈ ചോറ് നല്ല സോഫ്റ്റായിരിക്കും, ഒട്ടും തന്നെ ഹാർഡാവുകയില്ല. എപ്പോഴും അതുകൊണ്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ് എന്നിവ ഉണ്ടാക്കുമ്പോൾ
കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ടിരുന്ന് കുതിർക്കണം. ബാക്കി വന്ന സാഫ്രൺ മിൽക്ക് കൂടി ചേർക്കുകയാണ്. ഇനി ആവശ്യാനുസരണം മല്ലിയിലയും പുതിനയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ചൂടാക്കണം. 2-3 മിനിറ്റ് ഈ പാത്രം ഒന്ന് ചൂടാക്കണം. അതിനുശേഷം നല്ല കട്ടിയുള്ള തവ ചൂടാക്കാൻ വച്ചിരുന്നതാണ്. അതിൻ്റെ പുറത്ത് ഈ പാത്രം എടുത്ത് വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം നല്ലൊരു സലാഡ് ഉണ്ടാക്കാം. സലാഡ് ഉണ്ടാക്കാനും വെറുതെ കഴിക്കാനും ഈ ചൈനീസ് വെള്ളരിക്ക വളരെ നല്ലതാണ്. നല്ല സോഫ്റ്റാണ്. അതിൻ്റെ അരിയൊക്കെ ഭയങ്കര സോഫ്റ്റാണല്ലോ. നമ്മുടെ നാടൻ വെള്ളരിക്ക ഈ കുക്കുംബർ എന്ന് പറയുന്നത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ അപൂർവമായിട്ടാണ് നല്ലത് കിട്ടുന്നത്. അല്ലെങ്കിൽ നിറയെ അരിയുള്ളതോ അല്ലെങ്കിൽ പുളിയുള്ളതോ ഒക്കെ അല്ലെങ്കിൽ കയ്പുള്ളതൊക്കെ ആയിരിക്കും. ഇതിൽ സവാളയും ടൊമാറ്റോയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. പച്ചമുളക് ഞാൻ നീളത്തിലാണ് ഇട്ടത്. കാര്യം കുഞ്ഞിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് മുളകെടുത്ത് കടിക്കണ്ടല്ലോ. അപ്പോൾ ഇത് ആകുമ്പോൾ കാണാം നമുക്ക്. അതുകൊണ്ടാണ് നീളത്തിലിട്ടത്. പിന്നെ കുറച്ച് തൈര് ചേർത്ത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല കട്ട തൈരാണ്. ഉപ്പ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ വെള്ളം ഊറി വരും ഇതിൽ നിന്നൊക്കെ. ടേസ്റ്റൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്. പ്രത്യേകിച്ച് മൺചട്ടിയിലിരുന്ന് ദം ആയതുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു നല്ലൊരു മണമുണ്ട്. ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഇത് സെർവ് ചെയ്യാം. മഷ്റൂമിൽ ധാരാളം മസാലകളൊക്കെ ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. നല്ല മുല്ലപ്പൂ പോലത്തെ ചോറും നല്ല മസാലയുള്ള മഷ്റൂമും കൂടെ ചേർന്ന് അതിഗംഭീരമായൊരു ബിരിയാണിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.